ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ശ്രീപാർവതി എന്നാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ സെക്കൻഡ് ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തേർഡ് ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. ദാറ്റ് ഈസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോ അതിനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, ഇപ്പൊ സെക്കൻഡ് ചാപ്റ്റർ വരെ നമുക്ക് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ട് അല്ലെ. അപ്പൊ ഇനി അങ്ങോട്ട് ഫർദർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് ഇന്ത്യൻ എക്കോണമിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മള് മെയിൻ ആയിട്ടും ഇന്ത്യയുടെ LPG റിഫോംസിനെ കുറിച്ചിട്ടായിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു 3 കീ ടേമുകളും അത് എങ്ങനെ ഇന്ത്യയുടെ എക്കോണമിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെ ഞാൻ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ ഓരോന്നിന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും പോലത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി അല്ലെ. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു ഇക്കണോമിക് സിസ്റ്റം, ഇത് നമ്മൾ ആക്ച്വലി നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു മിക്സ്ഡ് ഇക്കോണമിയാണ്. മിക്സ്ഡ് ഇക്കോണമി ഇൻ ദ സെൻസ്, ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം ആണോ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല. ഇനി പൂർണ്ണമായിട്ടും ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റം ആണോ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക്, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഒരു ബാലൻസ് ആയിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഒരു ഇക്കോണമി ചൂസ് ചെയ്തത് അല്ലെ. ആ ഇക്കോണമിയെ നമ്മൾ ഒരു പേര് വിളിച്ചു, അതിന്റെ പേരാണ് മിക്സ്ഡ് ഇക്കോണമി. മിക്സ്ഡ് ഇക്കോണമി. അപ്പൊ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സ്ഡ് ഇക്കോണമി ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റലിസം ഉണ്ട്. ക്യാപിറ്റലിസം എന്തായിരുന്നു? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതലാളി അല്ലെ, ഒരു മുതലാളി ഉണ്ടായിരിക്കും. ആ മുതലാളി ആ പ്രൈവറ്റ് പ്രൊഡക്ഷനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള ഒരു എക്കോണമിയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. അതേസമയം ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിലോ, അതേ ഇക്കോണമി ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ നമ്മൾ അവരെ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നും പറയും അല്ലെ. ആ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഈ ക്യാപിറ്റലിസത്തിൽ നിന്നും ഈ സോഷ്യലിസത്തിൽ നിന്നുമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് മിക്സ്ഡ് ഇക്കോണമി. അപ്പൊ ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ മിക്കവാറും ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ പല രാജ്യങ്ങൾ എടുത്താലും അപ്പൊ അവർ പൂർണ്ണമായിട്ട് ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണെങ്കിൽ പോലും അവിടുത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇക്കോണമി എന്ന് പറയുന്നത് മിക്സ്ഡ് ഇക്കോണമി ആയിരിക്കും. ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് മാത്രം ഒരു ഇക്കോണമി കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് അത്രയ്ക്ക് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെ ഇപ്പം മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ മിക്സ്ഡ് എക്കോണമിക് സിസ്റ്റം ആണ്. അപ്പൊ അതിനകത്ത് ക്യാപിറ്റലിസത്തിന്റെയും ഗുണങ്ങൾ വരും, സോഷ്യലിസത്തിന്റെയും ഗുണങ്ങൾ വരും എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ മിക്സ്ഡ് ഇക്കോണമി ചൂസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവിടെ 2 അഭിപ്രായങ്ങൾ വരും അല്ലെ. നമ്മളിങ്ങനെ കളിയാക്കിയൊക്കെ പറയാറില്ലേ, ഇപ്പൊ ഗാന്ധിയെ കൊല്ലുന്നതിന് തന്നെ 2 ഒപ്പീനിയൻ ഉള്ള ഒരു നാടാണ് നമ്മുടെ നാടെന്ന് പറയും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എന്ത് കാര്യം എടുത്താലും അതിന് ഒന്നോ അതിൽ കൂടുതലോ ഒപ്പീനിയന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഈ മിക്സ്ഡ് ഇക്കോണമിയെ കുറിച്ചിട്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ഒരാൾക്കാർ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് കുറെ നിയമങ്ങളും റൂളുകളും ഒക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പോ എങ്ങനെങ്കിലും ഗവൺമെന്റിന് എന്ത് ചെയ്യണം, ഇക്കോണമി കൺട്രോൾ ചെയ്യണം. അതായത് ഒരു രാജ്യം വളരുന്നതിലല്ല നമ്മൾ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത്, പകരം ആ രാജ്യത്തിലെ നിയമങ്ങളും റൂളുകളും ഒക്കെ ഈ പറയുന്ന ഗവൺമെന്റിനെ കൊണ്ട് നിയന്ത്രിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ആ ഒരു പോളിസിയാണ് നമ്മൾ ഈ മിക്സ്ഡ് ഇക്കോണമിയുടെ പേരിൽ എടുത്തിരിക്കുന്നതെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലം എല്ലാം എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പോളിസികൾ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ എക്കണോമിക് പോളിസികളും ആ ഒരു പല പല നിയമങ്ങളുടെയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന റൂളുകളുടെയും ഒക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഒരു മിക്സ്ഡ് ഇക്കോണമിയെ കുറിച്ച് ഒരു കൂട്ടർക്കുള്ള വാദം. ഒരു ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു ഇക്കോണമി ആയിട്ടാണ് ചില ആൾക്കാർ മിക്സ്ഡ് ഇക്കോണമിയെ കണക്കാക്കുന്നത്.
എന്നാൽ ഇനി മറ്റൊരു ടീം ഓഫ് ആൾക്കാർ, കുറച്ചു പേര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോ ഇന്ത്യ എവിടെയാണ് നിന്നെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഇന്ത്യയെ കാണുന്ന ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമെങ്കിലും ആക്കി മാറ്റിയത് സത്യം പറഞ്ഞാൽ ഈ മിക്സ്ഡ് ഇക്കോണമി ഉള്ളതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത്. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ പറയുന്നത് മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോളിൽ തന്നെയുള്ള ഒരു ഇക്കോണമി ആയിട്ടാണ്. ഇനി മറ്റു ചിലർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ, അതായത് ഇന്ത്യ ഇന്ന് ഇതുപോലെങ്കിലും ആയെങ്കിൽ അതിനൊരു ഉത്തരവാദി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1947 ഇന്ത്യ നിൽക്കുന്ന പൊസിഷനിലല്ല ഇന്ത്യ ഇപ്പൊ നിൽക്കുന്നത്. 2047 ഒക്കെ ആവുമ്പോഴത്തേക്കും ഒരു ഡെവലപ്ഡ് രാജ്യമാവണം എന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം അല്ലെ. ഇപ്പോ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഫുഡ് സെക്യൂരിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഒക്കെ ഇവിടെ നടത്തി ഇവിടെ തന്നെ ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മള് പുറം രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കുന്നുണ്ട് പല കേസുകളിലും. എങ്കിൽ പോലും നമുക്ക് ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് ആ 1947 അവരെവിടെ നിന്നു, ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മളൊരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയുടെ ആ 1947 ആ ഒരു മുഖച്ഛായ അല്ലെ, മുഖച്ഛായ മാറ്റിയ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഇന്ത്യയുടെ ജീവിതത്തിൽ, അതായത് ഇന്ത്യയുടെ ആ ഒരു ലൈഫ് ടൈമിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. 1991 സംഭവം നടക്കുന്നത്. ഇന്ത്യയില് അതിഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ക്രൈസിസ്, പ്രതിസന്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എക്കണോമിക് ക്രൈസിസ് വരെയാണ്. എക്കണോമിക് ക്രൈസിസ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ് അതിന്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ് അതിന്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഡെപ്റ്റ് കാരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഡെപ്റ്റ് കാരണം എന്ത് സംഭവിക്കുന്നു? ഇന്ത്യയില് അധികമായിട്ടുള്ള കടം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കടം വാങ്ങും അല്ലെ. പക്ഷെ കടം വാങ്ങുമ്പോ അവർക്ക്, അതായത് നമുക്ക് കടം തരുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, അതായത് നമ്മൾ എന്നായാലും തിരിച്ചു കൊടുക്കും എന്നുള്ളത്. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ വേറെ ആരെങ്കിലും നമുക്ക് ഇനി കടം തരുമോ? അതായത് അയാൾ തന്നെ ഇനി നമുക്ക് കടം തരത്തില്ല അല്ലെ. അപ്പോ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് പലവിധം ഉണ്ട്. ഇന്റേണൽ ഡെപ്റ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഡെപ്റ്റും ഉണ്ട്. ഒരു രാജ്യത്തിനകത്ത് തന്നെ കടമെടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇന്റേണൽ ഡെപ്റ്റ് എന്നും, ഇനി ഒരു രാജ്യം പുറത്താണ് കടമെടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്നുമാണ് പറയുന്നത്. പുറത്തെന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ കയ്യിൽ നിന്നോ ഒക്കെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് അല്ലെ. ഡെപ്റ്റ് എന്ന് പറയാൻ നമ്മൾ കടം വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യക്ക് 1991 ഇങ്ങോട്ട് കിട്ടിയ പല പൈസയും, കടമായിട്ട് കിട്ടിയ പല പൈസയും ഇന്ത്യക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഇവിടുത്തെ ഒരു കീ ടേം ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ നമുക്കറിയാലോ ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെയാണ് ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള പെട്രോളിയം ഒക്കെ വരുന്നത്. പെട്രോളിയം മാത്രമല്ല, മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തെ രാജ്യങ്ങളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ, വാങ്ങാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ പെട്രോളിയം വേണം, മറ്റു സാധനങ്ങൾ വേണം. പക്ഷെ ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണം. പക്ഷെ അങ്ങനെ പൈസ കൊടുക്കാന് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പുറം രാജ്യങ്ങൾക്ക് പൈസ കൊടുക്കുമ്പോ നമ്മുടെ കറൻസിയിലല്ല നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നത്. ഇപ്പൊ അമേരിക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക, അമേരിക്കൻ ഡോളറിലായിരിക്കും നമ്മൾ അവർക്ക് ആ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട കറൻസികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, മറ്റേ നമ്മളാണെങ്കിൽ പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ യൂണിമോണി എന്നൊക്കെ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് നമ്മുടെ രൂപ കൊടുത്തിട്ട് അത് ഡോളർ ആക്കി മാറ്റുന്നതൊക്കെ നിങ്ങൾ
എവിടെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് RBIയുടെ കയ്യില് ഇത്തരത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലും പുറത്തെ രാജ്യങ്ങൾ എന്തെങ്കിലും ഒരു സഹായം തരുവാണെങ്കിൽ നമ്മൾ അവർക്ക് പേ ബാക്ക് ചെയ്യുന്നത്, നമ്മൾ അവർക്ക് തിരിച്ച് ആ പൈസ കൊടുക്കുന്നത് അവരുടെ കറൻസിയിലായിരിക്കും. ഓക്കെ, ഇപ്പൊ അമേരിക്ക നമുക്ക് എന്തെങ്കിലും തന്നാൽ നമ്മൾ അമേരിക്കൻ ഡോളറിലായിരിക്കും അവർക്ക് തിരിച്ച് പേ ചെയ്യുന്നത്. അപ്പൊ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സൂക്ഷിക്കണം. അപ്പൊ അതിനകത്ത് ചൈനയുടെ എന്താണ് കറൻസി ഉണ്ടായിരിക്കും, ഡോളർ ഉണ്ടായിരിക്കും, യെൻ ഉണ്ടായിരിക്കും, ദിനാർ ഉണ്ടായിരിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം കറൻസികൾ ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷെ 1991 സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈവൻ ഒരു രാത്രിയിലത്തേക്ക് പോലും, ഒരു രാത്രിയിലത്തെ സാധനം, അതായത് ഒരു ദിവസം ഒരു സാധനം വന്നാൽ ആ രാത്രിക്കുള്ളിൽ അത് പേ ചെയ്യാനുള്ള പൈസ പോലും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ ഇല്ല. ആ ഒരു അവസ്ഥ വന്നു. അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഒരു സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഒരു പുറത്തൊരു രാജ്യം വന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം തരുമ്പോ നമുക്ക് അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിസർവില് അവരുടെ കറൻസി ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ കറൻസി ഇല്ല. അപ്പോ ആൾക്കാർക്ക് എന്താണ്, ഈ പറയുന്ന പുറത്തെ രാജ്യങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഇന്ത്യയുടെ കയ്യിൽ ഒരു രാത്രിക്ക് പോലുള്ള പൈസ ഇല്ല. അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് ഇൻഫ്ലേഷനും കൂടെ ആയാലോ നല്ലതായിരിക്കും അല്ലെ. അപ്പോ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോ നമുക്കറിയാം കുറെ നാള് സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലേഷൻ. അപ്പൊ പ്രധാനപ്പെട്ട സാധനങ്ങളുടെ എല്ലാം വില കൂടുന്നത് കൂടെ ആയപ്പോഴത്തേക്കും ഇത് കയ്യേൽക്കാൻ പറ്റാതായി. കാരണം ഒന്നാമത് നമ്മളുടെ കയ്യിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവില് പൈസയില്ല, ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തില്ല. കാരണം അങ്ങോട്ട് പൈസ കൊടുക്കാതെ അവർക്ക് സാധനങ്ങൾ ഇറക്കാൻ പറ്റില്ലല്ലോ അല്ലെ. അതുപോലെ ഇൻഫ്ലേഷൻ, ഇങ്ങനത്തെ വല്ലാത്തൊരു ക്രൈസിസ് ആണ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നും എടുത്ത് പറയും. ഇപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോ ഇത്രയും ആയപ്പോ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഒക്കെ മിണ്ടാതിരിക്കുന്നതിനകത്ത് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് പുതിയ സെറ്റ് ഓഫ് പോളിസികൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ ചെയ്ത എന്തോ ഒരു കാര്യത്തിൽ ഒരു പിഴവ് വന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് മാറ്റണം. നമുക്കൊരു സെറ്റ് ഓഫ് പുതിയ പോളിസികൾ കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് പുതിയ പോളിസികൾ കൊണ്ടുവരണം. അപ്പൊ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ആ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്, കുറച്ചുകൂടെ കാര്യമായിട്ട് പറയാനുണ്ട്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ തുടക്കം എവിടെയാണ്? അതായത് നമ്മൾ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 1980s തൊട്ടാണ്. 1980 തൊട്ട് തന്നെ ഈ ഇന്ത്യൻ ഇക്കോണമിയുടെ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ചില പാകപ്പിഴവുകൾ നമുക്ക് പറയാം. അതായത് ഈ ഇക്കോണമിയെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ ചില പാകപ്പിഴവുകൾ കാരണം നമ്മുടെ ഇന്ത്യയില് ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ ഒരു തുടക്കം ഈ 1980s ഉണ്ടാവുകയാണ്. ഓക്കെ, 1980 തൊട്ടാണ് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക്, അപ്പം അത്ര അങ്ങോട്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സർപ്ലസ്, ഡെഫിസിറ്റും ബാലൻസും ഉണ്ട്. ഓക്കെ, സർപ്ലസ് ഉണ്ട്, ഡെഫിസിറ്റ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ സർപ്ലസ്, എന്താണ് ഈ ബെനിഫിറ്റ്സ്, ഡെഫിസിറ്റ്, അതുപോലെ തന്നെ ബാലൻസ് എന്നുള്ളത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു 10,000 രൂപ ശമ്പളം ഉണ്ട്, പക്ഷെ എനിക്ക് 5,000 രൂപയേ ഉള്ളൂ ചെലവ്. അപ്പൊ അവിടെ ബാക്കി 5,000 രൂപ എന്റെ കയ്യിൽ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ എനിക്ക് 10,000 രൂപയാണ് എന്റെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, 10,000 രൂപയാണ് എന്റെ സാലറി. ആ 10,000 രൂപ എന്റെ സാലറി ആണെങ്കിലും എനിക്ക് 5,000 രൂപയുടെ ചെലവ് മാത്രമേ ഉള്ളൂ. 5,000 രൂപയുടെ ചെലവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി ഒരു 5,000 രൂപ എന്ത് ചെയ്യാണ്, എന്റെ കയ്യിലിരിക്കുകയാണ്. 5,000 രൂപ എന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോ സർപ്ലസ് എന്ന് പറയാം അല്ലെ. എന്തുകൊണ്ടാണ് ഇവിടെ സർപ്ലസ് വന്നത്? കാരണം എന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്റെ റവന്യൂവിനേക്കാൾ കുറവാണ് അല്ലെ. എന്റെ റവന്യൂവിനേക്കാൾ എന്റെ എക്സ്പെൻഡിച്ചർ കുറവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പെൻഡിച്ചർ
കുറവാണ്, റവന്യൂ കൂടുതലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സർപ്ലസ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് വിളിക്കും? സർപ്ലസ് എന്ന് വിളിക്കും. സർപ്ലസ് അതായത് അവിടെ എനിക്ക് മിച്ചം വെക്കാൻ ഒരു 5000 രൂപയുണ്ട് അല്ലെ, ഈ മിച്ചത്തെയാണ് നമ്മൾ ഈ സർപ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തിരിച്ച് ചിന്തിച്ചേ, എനിക്ക് റവന്യൂ ഉണ്ട് പക്ഷെ എന്റെ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ. ഓക്കെ, അതായത് എനിക്ക് 10000 രൂപ സാലറി കിട്ടുന്നു പക്ഷെ എന്റെ ചെലവ് 12000 രൂപയാ. അപ്പൊ അവിടെ എനിക്ക് 2000 രൂപ കമ്മിയാ. നമ്മള് കമ്മി എന്നാ പറയുന്നത് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല, നമ്മുടെ കയ്യില് പൈസ കമ്മിയാണെന്നാണ്. നമ്മളിങ്ങനെ പറയത്തില്ല ഇവിടെ കമ്മിയാ, ബാലൻസ് കമ്മിയാന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാവശ്യം ഉണ്ടായിരിക്കും പക്ഷെ ആ ആവശ്യത്തിൽ കുറവ് മാത്രമേ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടായിരിക്കത്തുള്ളൂ. ഇപ്പൊ 10000 രൂപയാണ് നമ്മുടെ മന്ത്ലി സാലറി, പക്ഷെ നമുക്ക് എല്ലാം കൂടെ ഒരു 12000 രൂപ ചെലവ് വരും. അപ്പൊ അതിനെ നമുക്ക് ഡെഫിസിറ്റ് എന്ന് പറയാം. ഓക്കെ, ഡെഫിസിറ്റ്. ഇനി വേറൊരു സിറ്റുവേഷൻ ആണ്, എനിക്ക് 10000 രൂപയാണ് എന്റെ റവന്യൂ എന്ന് പറയുന്നത്, അതുപോലെ എന്റെ ചെലവെന്ന് പറയുന്നത് എത്രയാണ്? 10000 രൂപയാണ്. അപ്പൊ എനിക്ക് അവിടെ ഒന്നും സർപ്ലസും ഇല്ല ഡെഫിസിറ്റും ഇല്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് പറയാം? ബാലൻസ്ഡ് എന്ന് പറയാം കേട്ടോ. ബാലൻസ്ഡ് ആയിട്ട്, ബാലൻസ്ഡ് ഇത് നമ്മൾ ബജറ്റിന്റെ കേസിലാണ് സാധാരണ പറയുന്നത്. പിന്നെ ഇവിടെ ഇത് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻകത്തെക്കാട്ടിലും റവന്യൂവിനെക്കാട്ടിലും കൂടി നിൽക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ മാത്രം എടുത്ത് നോക്കിയാൽ ഡെഫിസിറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവിടെ? അതായത് ഒരു 10000 രൂപ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമുക്ക് 12000 രൂപയുടെ ചെലവുണ്ട്. നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്തായിരിക്കും അടുത്ത് ചെയ്യുന്നത്? കടം വാങ്ങും അല്ലെ. അപ്പൊ ഇവിടെ ഗവൺമെന്റിനും ഇതേ അവസ്ഥ വരികയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസയില്ല, അപ്പൊ ഗവൺമെന്റിന് ഡെഫിസിറ്റ് സംഭവിക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രാജ്യത്തിനുള്ളിൽ നിന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇതിൽ പുറത്തുള്ള ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ, നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. IMF, വേൾഡ് ബാങ്ക് പോലത്തുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങുന്നു? പൈസ വാങ്ങുന്നു. ഓക്കെ, പൈസ വാങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ആ ഒരു ഡെഫിസിറ്റ് കൈകാര്യം ചെയ്യാൻ ഒരു കമ്പനി, അതായത് ഇന്ത്യക്ക് എന്തായാലും കുറെ പൈസ ഇത് വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ കടം വാങ്ങുന്നു. ആരുടെ കയ്യിൽ നിന്നാണ്? ഒന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും, രണ്ട് കുറെ അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്നും. ഓക്കെ, ഇനി അതുപോലെ തന്നെ പെട്രോളിയം പോലത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇറക്കുകയാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ഇന്ത്യ ആണ്. അപ്പൊ ഇന്ത്യക്ക് അകത്തോട്ട് ഒരു രാജ്യത്ത് നിന്ന് സാധനം വരുന്നതിനെ നമ്മള് ഇമ്പോർട്ട്, ഇറക്കുമതി എന്നാണ് പറയുന്നത്. ഇത് തിരിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ നമ്മള് എക്സ്പോർട്ട് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനുള്ളിലേക്ക് വരിക, എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് പോവുക. അതിപ്പോ സാധനങ്ങളാവാം, സർവീസുകളാവാം. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് പെട്രോളിയം പോലത്തുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പോർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഡോളറുകളായിരിക്കും അല്ലെ. അതായത് നമ്മൾ ഇതുപോലെ അമേരിക്കക്ക് കുറെ സാധനം കൊടുത്തപ്പോ അമേരിക്ക നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഡോളർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പൈസ ആയിരിക്കും നമ്മുടെ രാജ്യത്തേക്ക് എന്തെങ്കിലും സാധനം വരുമ്പോൾ നമ്മൾ ആ രാജ്യത്തേക്ക് കൊടുക്കുന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെ അതുപോലെ ഇല്ലാത്ത അവസ്ഥയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ ആ ഒരു ഡെഫിസിറ്റ് വന്നിങ്ങനെ പടിവാദത്തിൽ നിൽക്കുകയാണ്. അപ്പോ നമുക്കറിയാം റവന്യൂ ഭയങ്കര കുറവായതുകൊണ്ടല്ലേ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞത്. അതായത് അവിടെ എക്സ്പെൻഡിച്ചർ ആണ് കൂടി നിൽക്കുന്നത്, റവന്യൂ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റിന് എന്ത് ചെയ്യേണ്ടി വരും? അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, പോപ്പുലേഷൻ, ഇങ്ങനത്തുള്ള പല പ്രശ്നങ്ങളും അന്ന് ഇന്ത്യ അലട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഗവൺമെന്റിന് ഈ റവന്യൂ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ ഡെവലപ്മെന്റ് പോളിസികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നു. അതായത് റവന്യൂ കുറവാണെന്ന് പറഞ്ഞ് ഗവൺമെന്റിന് ആൾക്കാരുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനൊരു അവസ്ഥ വന്നു. അപ്പൊ അന്നും ഈ പറയുന്നത് പോലെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ദാരിദ്ര്യമുണ്ട്, പോപ്പുലേഷൻ ഭയങ്കര കൂടിക്കൂടി വരികയാണ്. അപ്പൊ അതും കൺട്രോൾ ചെയ്യാനും ഗവൺമെന്റിന് ഇപ്പുറത്തെ സൈഡില് ഡെഫിസിറ്റ് ഉണ്ട്, പുറത്തുനിന്ന് കടം വാങ്ങുന്നുണ്ട്, അതും കൺട്രോൾ ചെയ്യണം. അപ്പൊ ഈ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറെ ആൾക്കാർക്ക് ജോലിയില്ല ഒരു നാട്ടില്, അവർക്ക് നമ്മൾ ഇങ്ങനെ എന്നും പൈസ കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ പൈസ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണം വല്ലതും ഉണ്ടായിരിക്കുമോ? കാരണം നമ്മളിപ്പോ പെൻഷനോ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്നോ ഒക്കെ പറയുന്ന സാധനങ്ങള്
ഇത് നമ്മൾ ആൾക്കാർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ തിരിച്ച് ഗവൺമെന്റിന് ഒരു ഗുണവും അതിൽ നിന്ന് കിട്ടുന്നില്ല. അതിനെ നമ്മളൊരു പേര് പറയും, നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് പോലത്തുള്ള സാധനങ്ങള് ഗവൺമെന്റിന് അഡീഷണൽ ആയിട്ട് ഒരു വരുമാനവും ഉണ്ടാക്കി തരുന്നില്ല. ഓക്കെ, ഒരു വരുമാനവും ഉണ്ടാക്കി തരുന്നില്ല. അതുപോലെ തന്നെ ഈ ടാക്സ് അല്ലെ, ഗവൺമെന്റിന്റെ നമുക്കറിയാം എല്ലാ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടാക്സ് ആണ്. അപ്പൊ ഈ ടാക്സിൽ നിന്ന് ഗവൺമെന്റിന് വലിയ ലാഭമൊന്നും കിട്ടാതെ ആയി. ടാക്സും കൊണ്ട് ഗവൺമെന്റിന് വലിയ ലാഭമൊന്നും ഇല്ല താനും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് മാറി. ഓക്കെ, അപ്പോ വികസന പ്രവർത്തനങ്ങൾ നടത്തണം, അതിന് പൈസ വേണം. അതിന്റെ കൂടെ ഈ പറയുന്ന ഇപ്പുറത്തെ ഡെഫിസിറ്റിന്റെ പ്രശ്നങ്ങൾ അല്ലെ, കമ്മിയുടെ പ്രശ്നങ്ങള്, എക്സ്പെൻഡിച്ചർ കൂടി നിൽക്കുന്നു, അത് എങ്ങനെയും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാനാണെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടോ? കയ്യിൽ പൈസയില്ല. അപ്പൊ ടാക്സേഷൻ പോലത്തുള്ള, അതായത് ഇപ്പം ആൾക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് ഒക്കെ വാങ്ങുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഗവൺമെന്റ് അവരുടെ കയ്യിലുള്ള പൈസ കൂടുതലും എന്ത് ചെയ്യാണ്? സോഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സാമൂഹികമായിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെ, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, പോപ്പുലേഷൻ, ഇങ്ങനത്തുള്ള ഹെൽത്ത്, അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ബാക്കിയുള്ള അവരുടെ ആ ഒരു റവന്യൂവിന്റെ ബാക്കി ഭാഗം അവർ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇപ്പം ഡിഫൻസ് പോലത്തുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ ഡിഫൻസിലൊക്കെ കൂടുതലായിട്ട് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ലോങ് ടേമിൽ ലാഭമായിരിക്കും. പക്ഷെ പെട്ടെന്ന് അതിനുള്ള ഒരു റിട്ടേൺ കിട്ടത്തില്ല. ഒരു ഇമ്മീഡിയറ്റ് റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് തന്നെ എടുക്കുക, അവരൊക്കെ ആണെങ്കിലും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആയുധങ്ങളും സംഭവങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതും ഒക്കെ നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വായിക്കുന്നതാണ്, അല്ലാതെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്നൊരു യൂസ് ആയിരുന്നു. ഇപ്പം റഷ്യയുടെ അടുത്ത് പോയിട്ട് കുറെ ബ്രഹ്മോസിന്റെ മിസൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പെട്ടെന്ന് അത് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ അതൊരു ലോങ് ടേമില് ഇന്ത്യക്ക് ഗുണമായിരിക്കും അല്ലെ. എന്തെങ്കിലും ഒരു വാറോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ അത് ഉറപ്പായിട്ടും ഗുണമായിരിക്കും. അപ്പോ ഈ പറയുന്ന പബ്ലിക് സെക്ടറിൽ നിന്നുള്ള ഇൻകം, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയും, PSU എന്ന് പറയും. PSU എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികളിലെയാണ് നമ്മുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഈ പറയുന്നത് പോലെ എക്സ്പെൻഡിച്ചറിനെ പിടിക്കാൻ മാത്രമുള്ള ഒരു ഇൻകം ഉണ്ടാക്കുന്നില്ല. അവരും എന്താണ്, നഷ്ടത്തിലൊക്കെയാണ് ഓടുന്നത്. ഓക്കെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും എന്ത് തന്നെ, അവരും ഈ പറയുന്നത് പോലെ നഷ്ടക്കച്ചവടമാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് എവിടുന്നും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അപ്പം മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾക്ക് അങ്ങനെ ഒരു തോട്ട് വരും. അപ്പോ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചും എല്ലാം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും അല്ലെ, എല്ലാ സൈഡും കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോ എന്താണ് ഈ പറയുന്നത് പോലെ ടാക്സ് ഉണ്ടോ? അതില്ല. ഇനി കയ്യില് അല്ലാതെയുള്ള പബ്ലിക് സെക്ടറിന്റെ അണ്ടർടേക്കിങ്സ്, PSUകൾ ഉണ്ട്, ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികളുടെ കയ്യിൽ നിന്ന് ലാഭം ഉണ്ടോ? അതില്ല. ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടോ? അതും ഇല്ല. ഭയങ്കര പ്രശ്നമായി. ഓക്കെ, ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ചെലവിന് വേണ്ടിയിട്ട് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, അതിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നു. കാരണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മൾ പക്ക ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഈ ആകെ കയ്യിലുള്ള, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു രീതിയാണ്, നമ്മുടെ കയ്യിൽ ഒട്ടും പൈസയില്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബൾക്ക് എമൗണ്ടിന്റെ ആവശ്യം വന്നാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വിൽക്കോ ഒക്കെ ചെയ്യുക അല്ലെ. നമ്മളൊക്കെ വീട്ടിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, കരുതൽ ശേഖരം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പൊ ആ കരുതൽ ശേഖരം ഫോറിൻ എക്സ്ചേഞ്ച് എടുത്ത് എന്ത് ചെയ്തു? അവര് ഡെയിലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പെട്രോളിയം വേണ്ട നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓടുന്നതിന് എന്താണ് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ മിക്കവാറും എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഡെയിലി കൺസംഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗവൺമെന്റ് ഫോറിൻ എക്സ്ചേഞ്ചിൽ എടുത്ത് നടത്താൻ തുടങ്ങി. ഓക്കെ, എന്നാൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചോട്ടെ, അപ്പുറത്തുനിന്ന് ഫോറിൻ എക്സ്ചേഞ്ചിൽ തന്നെ സാധനം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പോർട്ട് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നത് പോലെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് കൂട്ടാൻ പറ്റും അല്ലെ. പക്ഷെ എക്സ്പോർട്ട് നടക്കണ്ടേ? എക്സ്പോർട്ട് നടക്കുന്നില്ല. അപ്പൊ എക്സ്പോർട്ട് ഇല്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഗവൺമെന്റിന്റെ കമ്പനികളിൽ നിന്ന് പ്രോഫിറ്റ് ഇല്ല, ടാക്സ് ഇല്ല. ഇതിന്റെ അവസ്ഥയാണല്ലേ. അങ്ങനെയാണ് 1980s ഒക്കെ ആവുമ്പോഴത്തേക്കും, 1980s തുടക്കത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
1980s തീരാറാവുമ്പോഴത്തേക്കും ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, എക്സ്പെൻഡിച്ചർ അതിന്റെ റവന്യൂവിനെക്കാട്ടും ഒരുപാട് മുകളിൽ പോവാണ്. ഒരുപാട് മുകളിൽ നമുക്ക് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റവന്യൂ എത്രയാണോ അതിന്റെയൊക്കെ ഫാർ അതായത് റവന്യൂവിനെക്കാട്ടും ഒരുപാട് കൂടുതലായിട്ട് ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ മാറുകയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് എക്സ്പെൻഡിച്ചർ മാറുകയാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇല്ലേ, അതായത് ഇൻഫ്ലേഷൻ അല്ലെ, ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ വിലയാണെങ്കിൽ കുത്തനെ കൂടുകയാണ്. ഇനി ഇമ്പോർട്ട് ആണ് എക്സ്പോർട്ട് ആണോ കൂടുതൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇമ്പോർട്ട് ആയിരുന്നു കൂടുതൽ, എക്സ്പോർട്ട് കുറവായിരുന്നു. എക്സ്പോർട്ട് കൂടുതലായിരുന്നെങ്കിൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് എങ്ങനെങ്കിലും മാനേജ് ചെയ്യായിരുന്നു. ഇതതില്ല, എക്സ്പോർട്ട് കുറഞ്ഞു നിൽക്കുന്നു, ഇമ്പോർട്ട് ആണെങ്കിൽ വളരെ ഹൈ ആയിട്ട് കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്തൊരു 2 ആഴ്ചത്തേക്ക് പോലുള്ള അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു രാത്രിയിലത്തേക്ക് പോലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ പോവുകയാണ്. അപ്പൊ അടുത്ത 2 ആഴ്ച ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നോ ഐഡിയ. ഓക്കെ, അപ്പൊ അവർക്ക് ഒരു പിടുത്തവും ഇല്ല നീ എന്ത് ചെയ്യുന്നുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് കടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം തിരിച്ചു കൊടുക്കാൻ ഈ ഫോറിൻ എക്സ്ചേഞ്ച് വേണം. ഇപ്പൊ ഡോളറിലായിരിക്കും ഇങ്ങോട്ട് പൈസ വാങ്ങിക്കുന്നത്, റുപ്പിയിലായിരിക്കും അവർ കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോഴും എന്ത് വേണം, ഡോളറിൽ കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാൻ ഫോറിൻ എക്സ്ചേഞ്ചിന് പൈസ വേണ്ടേ? പൈസയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്തേ, ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വന്നപ്പോ നിങ്ങളെ ഒരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തു, പക്ഷെ നിങ്ങൾ ആ പൈസ ഫ്രണ്ടിന് തിരിച്ചു കൊടുത്തില്ല. ഇനി അടുത്ത വട്ടം നിങ്ങൾ ചോദിക്കുമ്പോ ഫ്രണ്ടിൽ ഒരു ഇച്ചിരി പിടുത്തം കാണും അല്ലെ, അല്ലെങ്കിൽ ചിലപ്പം മുഖത്ത് നോക്കി പറയും, എടാ നീ കഴിഞ്ഞ പൈസയെ തന്നില്ല, ഇനി എന്റെ കയ്യിൽ തരാനില്ല, ഞാൻ തരില്ല കേട്ടോ എന്ന് ചില ഫ്രണ്ട്സ്, ഇപ്പൊ നിങ്ങളായിട്ട് അത്ര കണക്ഷൻ ഇല്ലാത്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്നിരിക്കട്ടെ. ഇതുപോലെയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. അതായത് ഒരു രാജ്യവും ഇപ്പം എന്ത് സെക്യൂരിറ്റിയിൽ ഇന്ത്യക്ക് കടം കൊടുക്കും? രാജ്യങ്ങൾക്ക് നഷ്ടമല്ലേ. അപ്പോ ഇന്ത്യയിലെ അതായത് മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ, ഇന്റർനാഷണലി പൈസ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിക്കോട്ടെ, ഇവരാരും ഇന്ത്യക്ക് പൈസ കൊടുക്കാതായി. ഓക്കെ, ഇവരാരും എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യക്ക് പൈസ കൊടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ലാസ്റ്റത്തെ ഒരു ഇതായിട്ട്, അതായത് നമ്മളിങ്ങനെ എന്താണ് അവസാനത്തെ ശരണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇന്ത്യ ചെന്ന് പെടുന്നത് ഒരു സിംഹത്തിന്റെ മടയില. ആ സിംഹത്തിന്റെ പേരാണ് വേൾഡ് ബാങ്ക്. പക്ഷെ ഇവിടെ വേൾഡ് ബാങ്കിനെ കാട്ടുന്നതായിട്ട് നിങ്ങൾ ഈ ഒരു ടേം ഒന്ന് ഓർത്തിരുന്നോണേ. ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ബാങ്ക് ആണ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾ പറയുന്നത് വേൾഡ് ബാങ്ക് എന്ന് അല്ലെ. വേൾഡ് ബാങ്ക് ഇത് നിലവേറൊരാളൂടെ ഉണ്ട്, IMF. IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെ മറ്റു പേരും ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇവർ രണ്ടുപേരുടെ അടുത്ത് നമ്മൾ ഇന്ത്യ ചെന്നു. ഓക്കെ, ഇന്ത്യ ചെന്നിട്ട് പറഞ്ഞു എന്താണ്, എനിക്ക് കുറച്ച് പൈസയൊക്കെ കടം വേണം. അപ്പം എന്ത് ചെയ്തു, അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, അവരൊരു $7 ബില്യൺ ചെക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു, ലോണ് കൊടുത്തു. ഓക്കെ, ലോൺ കൊടുത്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചുമ്മാ ആരെങ്കിലും നമുക്ക് പൈസ തരുമോ? ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തില് വേറെ ആരും നമുക്ക് പൈസ തരാത്തൊരു സമയത്ത് ഇതുപോലെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും ഫിനാൻഷ്യലി ഇന്റർനാഷണലി ഉള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യക്ക് വെറുതെ പൈസ കൊടുക്കുവോ? ഒരിക്കലും കൊടുത്തിട്ടില്ല. ഇന്ത്യക്ക് ഈ പൈസ കൊടുത്തതിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാല് ഇന്ത്യയോട് ഇവർ പറയാണ്, ഈ വേൾഡ് ബാങ്കും IMF-ഉം പറഞ്ഞു ഞങ്ങൾ പൈസയൊക്കെ തരാം, പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്കോണമി മറ്റു രാജ്യങ്ങൾക്ക് അവിടെ വരാനും ട്രേഡ് ചെയ്യാനുമുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഓക്കെ, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, മറ്റു രാജ്യങ്ങൾക്കും പ്രൈവറ്റ് കമ്പനികൾക്കും ഒക്കെ വന്ന് സ്വകാര്യമായിട്ട്, അതായത് അവരുടെ രീതിക്ക് ജോലി ചെയ്യാനും എന്തെങ്കിലും ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ തരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യം മുമ്പ് ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു കേട്ടോ. ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓപ്പൺ അപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ ഓപ്പൺ അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഇക്കോണമി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ രാജ്യത്തിന്റെ ഇക്കോണമി അടച്ചിട്ടിട്ടില്ലല്ലോ എന്ന് ചിലർ ചിന്തിക്കും. അടച്ചിട്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കഴിഞ്ഞ ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ
ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. താരിഫ്, കോട്ട പോലത്തുള്ള സംഭവങ്ങൾ. അതായത് പുറത്തുള്ള രാജ്യങ്ങള് നമ്മളുമായിട്ട് വലുതായിട്ട് ട്രേഡിന് വരാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ഇന്ത്യക്ക് ഉള്ളിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് IMF-ന്റെ വേൾഡ് ബാങ്കിന്റെയും ഒരു ഡിമാൻഡ് ആയിരുന്നു. അതായത് പുറത്തുള്ള രാജ്യങ്ങൾക്ക് ഈ പ്രൈവറ്റ് സെക്ടറിൽ വന്ന് നിക്ഷേപിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഇനി തൊട്ട് ഇന്ത്യ ഒരുക്കി കൊടുക്കണമെന്ന് IMF-ഉം വേൾഡ് ബാങ്കും പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു മിക്സ്ഡ് ഇക്കോണമി എന്നൊക്കെ പറഞ്ഞാണ് ഇന്ത്യ വന്നതെങ്കിലും കൂടുതലും ഗവൺമെന്റിനായിരുന്നു അവിടെ ഇമ്പോർട്ടൻസ് അല്ലെ. പ്രൈവറ്റ് വ്യക്തികളെക്കാട്ടിലും ഗവൺമെന്റിനായിരുന്നു എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അത് മാറ്റണം. അതിനി തൊട്ട് വേണ്ട. പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്ക്, അത് മതി. പ്രൈവറ്റ് സെക്ടറിന് മതി ഇമ്പോർട്ടൻസ്, അല്ലാതെ ആർക്ക് വേണ്ട? ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് വേണ്ട. അതുപോലെ തന്നെ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതും മറ്റൊരു കാര്യമായിരുന്നു. അപ്പം ഇക്കോണമി ഓപ്പൺ അപ്പ് ചെയ്യുക, ഇക്കോണമി മറ്റു രാജ്യങ്ങൾക്ക് വന്ന് ട്രേഡ് ചെയ്യാനുള്ളതായിട്ട് ഒരുക്കി കൊടുക്കുക, പിന്നെ ഗവൺമെന്റിന്റെ കൺട്രോൾ കുറയ്ക്കുക. മൂന്നാമതായിട്ട് ട്രേഡ് റെസ്ട്രിക്ഷൻസ്, മറ്റു രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തില് ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേരും IMF-ന്റെ ഫുൾ ഫോമും ഒക്കെയാണ്. നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യ സമ്മതിച്ചു കാണുമോ? എന്താ തോന്നുന്നേ? ഇന്ത്യ സമ്മതിച്ചു. ഇന്ത്യ ഈ ഒരു കണ്ടീഷൻ എല്ലാം സമ്മതിച്ചു. വേൾഡ് ബാങ്കും IMF-ഉം ഒക്കെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യ അംഗീകരിച്ചു. ഇന്ത്യ പറഞ്ഞു ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ NEP എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ്, ന്യൂ എക്കണോമിക് പോളിസി. അതുവരെ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഒഴിവാക്കി ഇന്ത്യ പുതിയ പുതിയ കാര്യങ്ങള് ഇന്ത്യയുടെ എക്കോണമിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഈ ഒരു സമയത്ത് വരികയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ അതുവരെ അടഞ്ഞു കിടന്നിരുന്ന ഒരു എക്കോണമി ആയിരുന്നു നമ്മുടെ ഇന്ത്യ അല്ലെ. അപ്പൊ ഇന്ത്യയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല മൾട്ടിനാഷണൽ കമ്പനികളായിട്ടുള്ള കൊക്കക്കോളയും പെപ്സിയും അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന പല പുറത്തെ രാജ്യങ്ങളുടെ കമ്പനികളും ഒക്കെ ഇന്ത്യയിലേക്ക് കയറാനും വളരാനും ഒക്കെ കാരണമായത് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ന്യൂ ഇക്കണോമിക് പോളിസി ഇന്ത്യയിൽ കൊണ്ടുവന്നതിന്റെ കാരണങ്ങളായിട്ടാണ് അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആയി അല്ലെ, കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ്. അപ്പൊ അതുവരെ അടഞ്ഞു കടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. അപ്പൊ അതൊക്കെ മാറിയിട്ട് പുതിയ പുതിയ ഐഡിയോളജികൾ, പുതിയ പുതിയ ആശയങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ കയറി വരാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ജീൻസ് പോലത്തുള്ള സാധനങ്ങളൊക്കെ അല്ലെ, മറ്റേ നിറം സിനിമയൊക്കെ ഉണ്ടല്ലോ കുഞ്ചാക്കോ ബോബന്റെ. അപ്പൊ അതിനകത്താണ് ഈ ഓരോ ട്രെൻഡുകൾ ഉണ്ടായെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ട്രെൻഡുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ളൊരു മേജർ റീസൺ ഈ ന്യൂ ഇക്കണോമിക് പോളിസിയാണ്. അതായത് അമേരിക്കയൊക്കെ ഭയങ്കര കൂളായിട്ട് പിന്നെ ഇന്ത്യയുടെ എക്കോണമി കയറി ഇടപെടാനും ഒക്കെ തുടങ്ങി എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇതിന് നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറഞ്ഞ സമയത്തേക്കുള്ള ഷോർട്ട് ടൈം മെഷർ ആയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷറിനെ പറയുന്നത്. ഇനി സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി നടത്തിയപ്പോ അതിനെ രണ്ട് തട്ടുകളായിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആണ്, രണ്ടാമത് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് ആണ്. ഓക്കെ, ഇതിലെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം മെഷർ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അതായത് വളരെ കുറച്ച് ടൈമിലേക്കുള്ളതാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യക്ക് അന്ന് നേരിട്ടിരുന്ന പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് സ്റ്റെബിലൈസേഷൻ. നമ്മൾ പറയത്തില്ല എനിക്കൊന്ന് സ്റ്റേബിൾ ആവണം അല്ലെ, എനിക്കൊന്ന് സ്റ്റേബിൾ ആണ്, ഞാനിപ്പോ ഒട്ടും മെന്റലി സ്റ്റേബിൾ അല്ല എന്നൊക്കെ ചില ആൾക്കാർ പറയും. അതായത് എനിക്ക് മെന്റൽ സ്റ്റെബിലിറ്റി, അതായത് എനിക്ക് ഭയങ്കര വിഷമം, ഓക്കെ ഞാനിപ്പോ ഒട്ടും സ്റ്റേബിൾ അല്ല. അതായത് അപ്പോഴത്തേക്കുള്ള ഒരു ഷോർട്ട് ടൈം മെഷർ ആണ് അവിടെ നമ്മൾ പറയുന്നത് അല്ലെ. ഇപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എസെൻഷ്യൽ കമോഡിറ്റീസിന്റെ വിലയൊക്കെ കുത്തനെ കൂടുകയായിരുന്നു. അപ്പൊ ആ ഒരു ഇൻഫ്ലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെ, എക്സ്പോർട്ട് ഇമ്പോർട്ടുകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും ബാലൻസ് ഓഫ് ട്രേഡും ഇനി അവിടുത്തെ ആ ഒരു അക്കൗണ്ടിൽ അല്ലെ ഡെഫിസിറ്റും സർപ്ലസും തമ്മിലുള്ള ഒരു ബന്ധം, അതാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കേ, നമുക്ക് വരവിനെക്കാട്ടിലും കൂടുതൽ ചെലവാണ്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണ്ടേ. അപ്പൊ ആ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ വളരെ കുറച്ച് നാളത്തേക്കുള്ള ഷോർട്ട് ടൈം മെഷർ ആണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റും ഇൻഫ്ലേഷനും ഒക്കെ പെട്ടെന്ന് ഒന്ന് അണ്ടർ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. അത് മാത്രമല്ല നമ്മൾ അനുഭവിച്ച മറ്റൊരു പ്രശ്നമാണ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആവശ്യത്തിന് നമുക്ക് വെക്കേണ്ടതുണ്ട്, നമ്മുടെ RBIയിൽ വെക്കണം. അതുപോലെ തന്നെ പ്രൈസുകൾ അല്ലെ, കൂടി വരുന്ന പ്രൈസ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. അതുവരെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. ഷോർട്ട് ടേം ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചറൽ റിഫോം പോളിസികളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സാധനത്തിന്റെ ഘടന മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. സ്ട്രക്ചർ മാറ്റിക്കളയുക അല്ലെ, ലോങ് ടേം ആണ്. അതായത് ഒരു ഇക്കോണമി ഇതുവരെ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് നമുക്ക് മാറണം, അതിൽ നിന്ന് ഒരുപാട് ദൂരം നമുക്ക് പോകണം, ആ ഒരു കോമ്പറ്റീഷൻ കൂട്ടണം, ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇന്ത്യ ഉയർത്തണം അല്ലെ. ഇപ്പൊ ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, പല റെസ്ട്രിക്ഷൻസും എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് നമുക്കൊരു ഇന്റർനാഷണൽ അരേനയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരണം. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ സ്ട്രക്ചറൽ റിഫോം നടത്തുന്നത്. ഇന്ത്യ നമ്മളിലെ റീലിലൊക്കെ കാണില്ലേ ചായ മാറ്റാന്ന്. അപ്പൊ ഇന്ത്യയുടെ ചായ മാറ്റുന്നതാണ് സ്ട്രക്ചറൽ റിഫോം എന്ന് പറയുന്നത്. അത് ലോങ് ടേം മെഷർ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ സ്റ്റെബിലൈസേഷൻ മെഷർ ഷോർട്ട് ടേം ആയിരിക്കും, സ്ട്രക്ചറൽ റിഫോം ആയിരിക്കും ലോങ് ടേം എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എൻ്റയർ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാനുള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് 1980s തൊട്ട് സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് അല്ലെ. ഇന്ത്യക്ക് അതിഭയങ്കരമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ കൂടി വരുന്നു, പക്ഷെ റവന്യൂ അത്രയ്ക്ക് കിട്ടുന്നില്ല. എന്നാൽ ടാക്സേഷനോ ഫോറിൻ എക്സ്ചേഞ്ചോ ഈ പറയുന്ന പോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ നിന്നോ ലാഭമോ ഒന്നും കിട്ടുന്നില്ല. അത് മാത്രമല്ല സാധനങ്ങളുടെ വില കൂടുന്നു, ഇമ്പോർട്ടുകൾ കൂടുന്നു. അപ്പൊ അതൊക്കെ വന്നപ്പോഴത്തേക്കും ഇന്ത്യക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഇന്ത്യ പോയി IBRD, IMFന്റെ ഒക്കെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങി നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ചായ മാറ്റമാണ്. അപ്പൊ അത് 2 രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സ്റ്റെബിലൈസേഷനും 2 സ്ട്രക്ചറൽ റിഫോമുമാണ്. സ്റ്റെബിലൈസേഷൻ വളരെ കുറച്ച് നാളത്തേക്കുള്ള കാര്യമാണെങ്കിൽ സ്ട്രക്ചറൽ റിഫോം എന്ന് പറയുമ്പോൾ ലോങ് ടേം ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഓരോന്നും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും നമുക്ക് പഠിക്കണം. അപ്പോ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.